അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ലക്കൽ ഹംദ് അല്ലാഹുമ്മ ലക്കൽ ഹംദു വശ്ശുക്ർ അലാ നിഅമത്തിൽ ഇസ്ലാമി വൽ ഈമാൻ വലക്കൽ ഹംദ് അൻ ജഅൽതനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹുല്ലാഹു ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ ബല്ലഗർ റിസാല വഅദ്ദൽ അമാന വനസഹൽ ഉമ്മ വജാഹദ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി ഹത്താ അതാഹുൽ യഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഏറെ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ കൃപയും അതുപോലെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം ചിതലരിക്കുന്ന യൗവനങ്ങൾ എന്നുള്ളതാണ്. ചിതല് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ആ ചിതല് വളർന്നു വരുന്ന യുവതീ യുവാക്കൾ അവരുടെ ജീവിതത്തിൽ ആ ചിതല് വല്ലാതെ പടർന്നിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാല സാമൂഹ്യ സാഹചര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പുള്ള കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്തായിരുന്നു? എൻ്റെയൊക്കെ ഒരു ബാല്യം ഒരു 30-32 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്യുന്ന കുട്ടിയെ ശാസിക്കുവാൻ, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അർത്ഥവത്തായ നിലയ്ക്ക് ഉപദേശിക്കുവാൻ അന്ന് അധ്യാപകന് അവകാശമുണ്ടായിരുന്നു, അയൽവാസിക്ക് അവകാശമുണ്ടായിരുന്നു, നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ കഴിയുമായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അതിൻ്റെ ഒരു ഗുണം സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞുകൊണ്ടുള്ള
ഒരാപ്തവാക്യം തന്നെ മുമ്പ് കാലത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മാതാവും പിതാവുമൊക്കെ വളരെ ശ്രേഷ്ഠ പദവിയിലാണ്, അവരെ നിർബന്ധമായും ബഹുമാനിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥ എന്താ? ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവർ ചില സംഗതികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങനെയുള്ള സംഗതികളുടെ പ്രശ്നം? അവരുടെ സൗഹൃദം അഥവാ ഫ്രണ്ട്ഷിപ്പ് അത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കുകയാണ്, പണം വച്ചും പണം വെക്കാതെയും ഒക്കെ. അത് 10-15 മിനിറ്റല്ല, മണിക്കൂറുകൾ ഗെയിം കളിക്കുകയാണ്. നിങ്ങൾ സ്ട്രീമർമാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? കുട്ടികളൊക്കെ അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അതിൻ്റെ ഫാൻസുകളാകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു സ്ട്രീമർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂറിൻ്റെ വരുമാനം 20,000 രൂപയിലധികമാണ്. അഥവാ ഒരു ദിവസം തന്നെ അദ്ദേഹത്തിന് 1,00,000 രൂപയിലധികം വരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നേതാവായി ഒരു വിഗ്രഹവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. സമീപകാലത്ത് ചൈനയിൽ നിന്ന് ഒരു വാർത്ത വരികയുണ്ടായി. ഒരു സ്ട്രീമർ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ, അദ്ദേഹം തന്നെ ബ്രോ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്, ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി ഈ പ്രേക്ഷകനായിട്ടുള്ള ആളെ ബ്രോ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ചെലവ് ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു ചിത്രമാണ്. മൊബൈൽ ഫോണിന് അഡിക്ഷൻ എന്ന് നമ്മൾ ഒരുപാട് കാലഘട്ടമായിട്ട് കേൾക്കുകയാണ്. വലിയ ദുരന്തങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അശ്ലീലം നിറഞ്ഞ, മോശം നിറഞ്ഞ കണ്ടന്റുകളുള്ള, ഉള്ളടക്കങ്ങളുള്ള ഇങ്ങനെയുള്ള ലൈവ് പരിപാടികളുടെ താഴെ നമ്മുടെ യുവസമൂഹം കമൻറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിച്ചു ബ്രോ, പൊളിച്ചു ഗേയ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പലതരം നൂതനമായിട്ടുള്ള വാക്കുകൾ നൽകിക്കൊണ്ടുള്ള സംഭവങ്ങളാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വളരെ അപകടം നിറഞ്ഞ ചില സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ 24 വയസ്സ് പ്രായമുള്ള ആഷിഖ് എന്ന് പറയപ്പെടുന്ന ഒരു യുവാവ് രക്താർബുദം ബാധിച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ് പൂർണ്ണമായി കടപ്പിലായിട്ടുള്ള തൻ്റെ മാതാവിനെ സമീപത്തെ വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനാണെന്ന് പറഞ്ഞ് ആയുധം വാക്കത്തി കൊണ്ടുവന്നിട്ട് കടപ്പിലായിട്ടുള്ള തൻ്റെ മാതാവിന് 53 വയസ്സുള്ള സുബൈദ എന്ന് പറയുന്ന തൻ്റെ മാതാവിനെ കഴുത്തിൽ ആഞ്ഞാഞ്ഞു വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തിനാണ് നിങ്ങൾ എന്നെ പെറ്റത് എന്നാണ് ആ മനുഷ്യന്, ആ യുവാവിന് തൻ്റെ മാതാവിനോട് ചോദിക്കാനുണ്ടായിരുന്നത്. ഇത് ഒരു സംഭവം മാത്രമല്ല. നമ്മൾ സൗദി അറേബ്യയിലാണല്ലോ. ഏറെയൊന്നും വിദൂരമല്ലാത്ത ജുബൈൽ എന്ന് പറയുന്ന പ്രദേശം. അവിടെ 18-ാം തീയതി കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സംഭവം ഉണ്ടായി. ഇന്ത്യക്കാരനായിട്ടുള്ള 53 വയസ്സുള്ള ഒരു പ്രവാസി അവിടെ കൊല ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് കൊല ചെയ്യപ്പെടുന്നത്? സ്വന്തം മകന്റെ കരങ്ങളാൽ, സ്വന്തം പുത്രന്റെ കൈകൾ കൊണ്ട് പ്രവാസ ലോകത്ത് 53 വയസ്സ് മാത്രമുള്ള ഒരു മനുഷ്യൻ കൊലപാതകത്തിന് വിധേയമാകുകയാണ്.
എങ്ങനെയാണ് കൊല്ലുന്നത് എന്നറിയുമോ? കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടിട്ട്, കഴുത്ത് ഞെരിച്ചുകൊണ്ട്, കൈകൾ വെട്ടുമാറ്റിക്കൊണ്ട്, വളരെ അതിക്രൂരമായി കൊണ്ടാണ് ആ മനുഷ്യനെ കൊന്നത്. എന്താ കാരണം? ഈ മകന് ലഹരിക്ക് അടിമയായിരുന്നു. കേരളത്തിലെ സംഭവം പറഞ്ഞല്ലോ, താമരശ്ശേരിയിലെ സംഭവം. അത് പുത്രൻ മാതാവിനെ കൊന്നുവെങ്കിൽ ഇങ്ങ് ജുബൈലിൽ ഇന്ത്യക്കാരനെ കൊന്നത് പുത്രൻ പിതാവിനെ കൊന്നതാണ്. രണ്ടിൻ്റെയും പ്രശ്നം ലഹരിക്ക് അടിമപ്പെട്ടു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നടന്നിട്ടുള്ള മറ്റൊരു സംഭവം, ഒരു സ്കൂളിൽ അവിടെ മൊബൈൽ കൊണ്ടുവരാൻ പാടുള്ളതല്ല. പക്ഷേ 16 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി മൊബൈൽ കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടി പിടിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്? കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് വൈകി വന്നു. അപ്പം എന്തുകൊണ്ട് വൈകി എന്ന് അന്വേഷിക്കാൻ വേണ്ടി പ്രിൻസിപ്പാൾ ആ കുട്ടിയെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ വെച്ചിട്ട് ആ വൈകിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ നടക്കുമ്പോൾ കുട്ടിയുടെ ബാഗിലുള്ള മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നു. അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് നിയമമുള്ള ആ മൊബൈൽ കൊണ്ടുവരിക എന്നുള്ള അത് ചെയ്തതിൻ്റെ പേരിൽ ആ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുകയാണ്. ഉടനെ ആ കുട്ടി എന്താ ചെയ്യുന്നത്? ഫോൺ തിരിച്ചു തരുവാൻ വേണ്ടിയിട്ട് തൻ്റെ അധ്യാപകനോട് പറയുകയാണ്. കൊന്നുകളയും എന്ന് പറയുകയാണ്. സ്കൂളിന് പുറത്തിറങ്ങിയാൽ പള്ളക്ക് കത്തി കയറ്റിയിട്ടേ ഞാൻ പോകൂ എന്നാണ് ആ കുട്ടി പറഞ്ഞ വാക്ക്. ആ കുട്ടിനെ അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയോ അല്ല. ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. തുടർന്ന് പറയുന്നു, സാറിനെയൊക്കെ പുറത്ത് കിട്ടിയാൽ തീർക്കും ഞാൻ, കൊന്ന് ഇടും എന്ന് പറഞ്ഞാൽ കൊന്നിടും. ഇതായിരുന്നു ആ കുട്ടി പറഞ്ഞിരുന്നത്. സഹോദരങ്ങളെ, ഇതിപ്പോൾ 2025 പുതിയ വർഷത്തിൻ്റെ 1-ാമത്തെ മാസത്തിൻ്റെ അവസാനത്തിലാണല്ലോ. കഴിഞ്ഞ വർഷം 2024 കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടില്ല. ഓരോ വർഷവും ലോകോത്തര യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഒരു വാക്ക് അവർ തിരഞ്ഞെടുക്കും. അപ്പോൾ 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്തിട്ടുള്ള വാക്ക് ബ്രെയിൻ റോട്ട് എന്നുള്ളതാണ്. ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ആ വാക്കിനെ കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അഭിരാമി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഒരു സുദീർഘമായ ലേഖനം എഴുതിയിട്ടുണ്ട്. എന്താണ് ബ്രെയിൻ റോട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഓൺലൈൻ വീഡിയോകൾ, അതുപോലെ തന്നെ മറ്റുള്ള കണ്ടന്റുകൾ അമിതമായിട്ട് കാണുക. അങ്ങനെ അമിതമായിട്ട് കണ്ടിട്ട് അത് മനുഷ്യൻ്റെ മനസ്സിനേൽപ്പിക്കുന്ന ആഘാതങ്ങൾ, ശോഷണങ്ങൾ, അതിനെ കുറിക്കുന്ന വാക്കിൻ്റെ പേരാണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത്. അത് അവൻ്റെ മസ്തിഷ്കത്തിലുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പദമാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. അതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂജൻ വർത്തമാനകാല സമൂഹം, അതിനെക്കുറിച്ച് നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയമുള്ളവരെ, ലഹരിയുടെ അതിക്രൂരമായിട്ടുള്ള അത്യന്തം അപകടകരമായിട്ടുള്ള ദുരന്തം, അതുമായി ബന്ധപ്പെട്ട് ഒരു അറബി പ്രാസംഗികന്റെ പ്രസംഗം ഞാൻ ഓർക്കുകയാണ്. ലഹരി എന്ന് പറയുന്നത് വിഷം മാത്രമല്ല, കൊടും വിഷമാണ്. അദ്ദേഹം പറയുകയാണ്, അങ്ങ് ലബനാനിൽ ഒരു സംഭവമുണ്ടായി. എന്താ സംഭവം എന്നറിയുമോ? ഈ പറയപ്പെട്ടതുപോലെ ഒരു യുവാവ്, ആ യുവാവ് ലഹരിക്ക് അടിമയായി തീർന്നു. ലഹരിക്ക് അടിമയായി തീർന്നപ്പോൾ അതില്ലാതെ ആ യുവാവിന് ഉറക്കം വരികയില്ല. ശരീരം നേരെ ചൊവ്വേ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ.
അങ്ങനെ ലഹരി അത് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വന്നപ്പോ തൻ്റെ മാതാവാണ് വീട്ടിലുള്ളത്. ലഹരി എന്ന് പറയുന്നത് കാമം ഉണർത്തും. ചില ആളുകൾക്ക് ചില സന്ദർഭത്തിൽ ആ യുവാവ് തൻ്റെ മാതാവിനെ കാമത്തിന് വേണ്ടി വിധേയമാക്കാൻ ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെട്ട ആ സഹോദരി കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ ലഹരിയുടെ ദുരന്തം കൊണ്ട് മൃഗീയ ഭാവം പൂണ്ട ഈ യുവാവ് മാതാവിനെ കീഴ്പ്പെടുത്തി ലൈംഗിക പൂർത്തീകരണം നിർവഹിച്ചു. മാതാവ് തേങ്ങിക്കരഞ്ഞു കടന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ ആ യുവാവിൻ്റെ ലഹരിയൊക്കെ ഇറങ്ങി കുറച്ചൊക്കെ ഒരു ബുദ്ധി വന്നപ്പോൾ, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മാതാവ് ഇത് പറയുകയാണ്. ഉടനെ ആ യുവാവ് ചെയ്തതെന്തോ, ഒരു കന്യാസ് എടുത്തു, സമീപത്തുള്ള പെട്രോൾ പമ്പിൽ പോയി 2 ലിറ്റർ പെട്രോൾ വാങ്ങി അതിൽ നിറച്ചു. വീട്ടിലേക്ക് തിരിച്ചു വന്നു. ബാത്റൂമിൽ കയറി പെട്രോൾ ശരീരത്തിലൊഴിച്ചു. ലൈറ്റർ കൊണ്ട് കത്തിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഇതൊക്കെ എത്ര സംഭവങ്ങളാണ്! ഈ പറയുന്ന ഏതാനും സംഭവങ്ങൾ പ്രിയമുള്ളവരെ, ഒട്ടനവധി ചെറുപ്പക്കാരുടെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഒരു കാര്യം പറയുകയുണ്ടായി, ഇജ്തനിബുൽ ഖംറ, ലഹരി വസ്തുക്കളെ നിങ്ങൾ വെടിയണം, ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. ലഹരി എന്ന് പറയുന്നത് മദ്യം മാത്രമല്ല, ലഹരി എന്ന് പറയുന്ന വസ്തു അത് മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യങ്ങളുടെ മാതാവാണ് എന്നുള്ളതാണ്. ഉമ്മുൽ ഖബായിസ്. അത് ഈ ലഹരി കൊണ്ട് ആ മനുഷ്യന്റെ ബുദ്ധിയോ ശരീരമോ കുടുംബജീവിതമോ വ്യക്തിജീവിതമോ മാത്രമല്ല നശിക്കുന്നത്, ഒരു മാതാവിന് ജന്മം നൽകിയ മകന്റെ ആ ഒരു കാമപൂർത്തീകരണത്തിന് വിധേയനാകേണ്ടി വന്നില്ലേ? അതാണ് ഉമ്മുൽ ഖബായിസ്. വൃത്തികെട്ട കാര്യങ്ങളുടെ മാതാവാണ് ലഹരി എന്ന് പറയുന്നത്. ഈ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരൊരു ആവേശത്തിന് വേണ്ടി, ഉന്മേഷത്തിന് വേണ്ടി, ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു കല്യാണ തലേന്നോ കല്യാണ ദിവസമോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങിനോ ഒരു ബർത്ത്ഡേ പാർട്ടികളൊക്കെയാണല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് അങ്ങനെ ആസ്വദിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ 1 or 2 വട്ടം ഉപയോഗിച്ച് ഇവര് അത് വലിക്കുന്നവർ, കുടിക്കുന്നവർ, മണക്കുന്നവർ, കുത്തിവെക്കുന്നവർ, ഇങ്ങനെ വിവിധ രൂപത്തിലാണ് ലഹരികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മദ്യം മാത്രമല്ല, കഞ്ചാവ് മാത്രമല്ല, MDMA എന്ന് പറയുന്ന അതിമാരകമായിട്ടുള്ള ലഹരി വസ്തു പോലും ധാരാളമായിട്ട് വിറ്റഴിക്കപ്പെടുന്നു എന്നാണ്. ഒരു കച്ചവടക്കാരൻ, ഇതുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരനെ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നത് എന്തറിയോ? ഒരു വീട്ടിൽ ആങ്ങളയും പെങ്ങളും ഇത് വാങ്ങുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഏതോ വീട്ടിൽ ഏതോ നാട്ടിൽ നടക്കുന്ന സംഭവമല്ലേ എന്നുള്ളത്. അല്ല സഹോദരങ്ങളെ, നിങ്ങൾ സ്കൂൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമായ സ്കൂളുകളാണ് ഇന്ന്. ഒരുപക്ഷെ ചുമരിൽ മനോഹരമായിട്ടുള്ള ആറുകൾ ഒഴുകുന്ന, പൂക്കൾ പൂത്തു നിൽക്കുന്ന, ചെടികളും മരങ്ങളുമുള്ള, നല്ല പ്രകൃതി ഭംഗിയുള്ള ചിത്രങ്ങൾ വരച്ചു വെച്ച ചുമരുകളുള്ള സ്കൂളുകൾ, നല്ല ഗേറ്റുകളുള്ള സ്കൂളുകൾ, വിശാലമായ മൈതാനമുള്ള സ്കൂളുകൾ, കാർ പാർക്കിങ്ങിന് സൗകര്യമുള്ള സ്കൂളുകൾ. പക്ഷേ ആ സ്കൂളുകൾക്ക് ചുറ്റും, കോളേജുകൾക്ക് ചുറ്റും, സമീപ പ്രദേശങ്ങളിലായിട്ട് ലഹരി മാഫിയക്കാർ അവിടെ വസിക്കുന്നുണ്ട്.
അവർ വലയുമായി കാത്തു നിൽക്കുകയാണ്. എന്തിന്? നിങ്ങളുടെ മക്കളെ, നമ്മുടെ മക്കളെ ആ വലയിൽ വീഴ്ത്തുവാൻ, പണത്തിന് വേണ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലഹരി എന്ന് പറയുന്നത് അത് വലിയ ദുരന്തമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന WHO അത് പുറത്തിറക്കിയിട്ടുള്ള ഒരു വിവരണത്തിൽ പറയുന്നത് അക്സറു മിൻ 3 മലായിൻ വഫാതൻ സനവിയൻ ബിസബബി തആതിൽ ഖുഹൂൽ വൽ മുഖദ്ദിറാത്ത് മുഅലമുഹാ ബൈനർ റിജാൽ. 3 ദശലക്ഷത്തേക്കാൾ ആളുകൾ ലഹരി വസ്തുക്കൾ കാരണം വർഷാവർഷം മരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. അതിലധികവും പുരുഷന്മാരാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, എത്ര ആളുകളാ മരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത്. ഷബാബ് വീക്കിൽ ഈ ആഴ്ചത്തെ എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി. ഈ ലഹരി മാഫിയയെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിനും അധികാരി വർഗത്തിനും മുമ്പിലുണ്ട്. പോലീസും അധികാരികളും ഭരണകർത്താക്കളും വിചാരിച്ചാൽ 1-2 ദിവസങ്ങൾക്കകം നമ്മുടെ സമൂഹത്തിലുള്ള ലഹരിയുടെ മാഫിയക്കാരെ, വിപണനക്കാരെ പിടിച്ചു കെട്ടാൻ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. തുടർന്ന് എഴുതുകയാണ്, രാഷ്ട്രീയ മാഫിയ ബാന്ധവത്തിന് പുറത്ത് യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ കഴിയുന്നില്ല ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത എന്താ? നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ? അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? പരിശുദ്ധ ഖുർആനിന്റെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാൽ അതിന്റെ 25-ാമത്തെ സൂക്തം, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ സൂക്ഷിക്കണം. ഇതിന്റെ വീട്ടിലല്ല, എൻ്റെ മക്കളൊന്നും ഇത് ഉപയോഗിക്കലില്ല, എൻ്റെ കുടുംബക്കാർ ഉപയോഗിക്കലില്ല, അതുകൊണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള വിചാരമാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വത്തഖൂ ഫിത്നതൻ, നിങ്ങൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളെ സൂക്ഷിച്ചേ മതിയാകൂ. കാരണം ഇതിന്റെ ഭവിഷ്യത്ത്, ഇതിന്റെ അപകടം അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഒന്നടങ്കമായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം, ഓർക്കണം എന്നുള്ളതാണ്. എന്താണ് സഹോദരങ്ങളെ, ഇപ്പൊ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്ന് പറയല്ല. എന്താണ് ഇതിന് പരിഹാരം? പരിഹാരങ്ങള് വിശുദ്ധ ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുണ്ട്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനുഷ്യന്റെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ കഴിയണം. മനുഷ്യ ഹൃദയങ്ങളിൽ ഈമാൻ നട്ട് നനക്കുവാൻ, അത് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആഖിറം എന്നുള്ള ചിന്തയുണ്ടാകണം. പരിശുദ്ധ ഖുർആനിന്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ വചനം, സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിൽ വവുദിഅൽ കിതാബ്, മനുഷ്യന്റെ കർമ്മങ്ങളുടെ രേഖകൾ വെക്കപ്പെട്ടാൽ ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി, അപ്പോൾ കുറ്റവാളികൾ ഭയപ്പാടോടുകൂടെ അതിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വയഖൂലൂന, അവര് പറയും, യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു രേഖയാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഇത് ചെറുതോ വലുതോ ആയിട്ടുള്ള ഒന്നും തന്നെ വിട്ടേച്ചു പോയിട്ടില്ല. ഇല്ലാ അഹ്സ്വാഹാ, അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വവജദൂ മാ അമിലൂ ഹാളിറാ, അവരുടെ എല്ലാ കൃത്യങ്ങളും അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അത് റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ ഹാജരാക്കപ്പെടുകയാണ്. ആ ഒരു നാളിൽ ആരും സഹായിക്കാൻ ഉണ്ടാവുകയില്ല. കൂടെ ഗെയിം കളിക്കുന്ന, ഇന്ന് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന, ഇന്ന് ബെസ്റ്റി എന്ന് പറയുന്ന, ബെസ്റ്റി എന്നാണല്ലോ ഇന്ന് പറയുന്നത്, ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത്,
എൻ്റെ ബെസ്റ്റി എന്നൊക്കെയാണ് വിളിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അവരൊന്നും റബ്ബിൻ്റെ കോടതിയിൽ കാണൂല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, സ്വന്തം മാതാവും പിതാവും സഹോദരനും സഹോദരിയും എല്ലാവരും ഓടിയകലുന്ന ദിവസമാണ്. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിലൂതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു ഈമാൻ മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ ലഹരിയോട് വിട പറയുവാൻ, തിന്മകളോട് വിട പറയുവാൻ സാധിക്കും. അതിന് ചരിത്രത്തിൽ ഉദാഹരണങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ 4620 വചനം നമ്മളൊന്ന് മനസ്സിലാക്കണം. പലപ്പോഴും കേട്ടതായിരിക്കാം, പക്ഷേ കൃത്യമായി അറിയുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചുരുക്കം പറയുകയാണ്. അദ്ദേഹം പറയാൻ, കുൻതു സാഖിയൽ ഖൗമ ഫീ മൻസിലി അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞാൻ ജനങ്ങൾക്ക് ലഹരി പകർന്നു കൊടുക്കുന്ന, ലഹരി കുടിക്കാനായിട്ട് നൽകുന്ന വ്യക്തിയായിരുന്നു. ഫനസല തഹരീമുൽ ഖംർ, മദ്യം ഹറാമാണെന്ന് പറയുന്ന അല്ലാഹുവിന്റെ വചനം ആ സന്ദർഭത്തിൽ ഇറങ്ങി. ഫഅമറ മുനാദിയൻ ഫനാദാ, ഒരു കാര്യം ഹറാമാണെന്ന് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയാൽ എന്ത് ചെയ്യും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിളിച്ചു പറയാൻ ആളെ നിയോഗിക്കും. അങ്ങനെ അതാ ഒരാളെ വിളിച്ചു പറയാനായിട്ട് നിയോഗിക്കുന്നു. അദ്ദേഹം വിളിച്ചു പറയുന്നു. ഫഖാല അബൂ ത്വൽഹ പറഞ്ഞു റളിയല്ലാഹു തആല അൻഹു, ഉഖ്റുജ് ഫൻദുർ മാ ഹാദാ സൗത്ത്, നീ ഒന്ന് പുറത്തിറങ്ങി നോക്ക്, എന്താണ് ആ ശബ്ദം? ഖാല ഫഖറജ്തു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഫഖുൽതു ഹാദാ മുനാദി യുനാദി, ആ വിളിച്ചു പറയുന്നവന് വിളിച്ചു പറയുന്നത്, അലാ അറിയുവിൻ, ഇന്നൽ ഖംറ ഖദ ഹുർരിമത്, നിശ്ചയം ലഹരി വസ്തു അത് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മദ്യം വിതരണം ചെയ്യുന്ന, വിപണനം ചെയ്യുന്ന, അതുകൊണ്ട് ഏറെയേറെ പ്രയോജനം നേടുന്ന അബൂ ത്വൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്താ ചെയ്തത്? ഫഖാല ലീ ഇദ്ഹബ് ഫഅഹ്രിഖ്ഹാ, അനസേ നീ പോയിട്ട് ആ മദ്യത്തിന്റെ ബാരലുകൾ ഒഴുക്കിക്കളയുക. ഖാല അദ്ദേഹം പറയാം, ഞാൻ പോയി. അങ്ങനെ ഫജറത്ത് ഫീ സികകിൽ മദീന, മദീനയുടെ വഴികളിലൂടെ ആ മദ്യത്തിന്റെ ബാരലുകളിൽ നിന്ന് മദ്യം ഇങ്ങനെ ഒഴുകി എന്നാണ്. ഇത് കഥയല്ല പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അക്ഷരം പ്രതി ചരിത്രത്തിൽ നടന്നതാണ്. സഹീഹുൽ ബുഖാരിയിൽ 4620 നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പരിശുദ്ധ ഖുർആൻ അവരുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഹേ സത്യവിശ്വാസികളെ, തീർച്ചയായും മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തു, അതുപോലെ ചൂതാട്ടം, അതുപോലെ തന്നെ വൽ അൻസ്വാബു വൽ അസ്ലാം, പ്രതിഷ്ഠകള്, പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകള്, അത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മാലിന്യമാകുന്നത് കൊണ്ട് അത് വെടിയണം, എന്നാൽ നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം എന്നുള്ളതാൽ പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം 90-ാമത്തെ സൂക്തം അതിറങ്ങിയപ്പോ അവര് മാറ്റത്തിന് വിധേയമായി. പ്രിയമുള്ളവരെ, അതും അവര് മദ്യം കുടിക്കുന്നതും വിൽക്കുന്നതും അതുമായി ബന്ധപ്പെടുന്നതെല്ലാം ഒഴിവാക്കി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തശ്റബിൽ ഖംറ, നീ മദ്യം ഉപയോഗിക്കരുത്, നീ ലഹരി വസ്തു ഉപയോഗിക്കരുത്. ഫഇന്നഹാ
മിഫ്താഹു കുല്ലി ഷർറ്, എല്ലാ ദോഷങ്ങളുടെയും എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം, എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി വസ്തു. ഇബ്നു മാജയുടെ സുനനിൽ 2733 നമ്പർ വന്നിട്ടുള്ള വചനമാണ്. സഹോദരങ്ങളെ, ലഹരിയെ സംബന്ധിച്ച ഈ ലോകത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ബൃഹത്തായ, ഏറ്റവും അർത്ഥഗർഭമായിട്ടുള്ള സംഭാവനകൾ, സന്ദേശങ്ങൾ വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ ദൈവഭയം ഉണ്ടാക്കുക എന്നാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ വളർന്നു വരുന്ന തലമുറ, അവരുടെ മനസ്സുകളിൽ അതുണ്ടാക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, രക്ഷിതാക്കളുടെ അവസ്ഥ എന്താ അറിയോ? രക്ഷിതാക്കൾ മക്കളെ പിന്നെ കരാട്ടെ ക്ലബിൽ ചേർക്കുവാനോ, ഫുട്ബോൾ അക്കാഡമിയിൽ ചേർക്കുവാനോ, ടർഫിൽ നടക്കുന്ന പരിപാടിയിൽ ചേർക്കുവാനോ, അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളിലൊക്കെ ചേർക്കാനൊക്കെ മുൻപന്തിയിലാണ്. എന്നാൽ എൻ്റെ മകനെ MSMൽ ചേർക്കൂ, എൻ്റെ മകളെ IGMൽ ചേർക്കൂ, എൻ്റെ മോനെ ISMൽ ചേർക്കൂ എന്ന് പറയാൻ പല ആളുകൾക്കും മടിയാണ്. അള്ളാഹുവിന് ഭയമുള്ള, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, റബ്ബിനെ ഓർക്കുന്ന ഒരു സംഘത്തിൽ തൻ്റെ മക്കളെ ചേർക്കാനുള്ള മനസ്സ് ഏതൊരു മാതാവിനും പിതാവിനും ഇല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹം കുറവാണോ, അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുക. മദ്രസക്കൊക്കെ എന്ത് പ്രാധാന്യം ആളുകൾ നൽകുന്നത്? മദ്രസക്ക് വരിസംഖ്യ 10 രൂപ അധികമാണെന്ന് പറഞ്ഞാൽ, കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ ബാർഗെയിൻ നടത്തുന്നത് പോലെ ബാർഗെയിൻ നടത്തുന്ന ആളുകളായിട്ട് അധപ്പതിക്കുന്നു പലരും എന്നുള്ളതാണ് വാസ്തവം. അപ്പം മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, മദ്രസയുടെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കണം. കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? തിന്മകളിലേക്ക് പോകാതെ നന്മയുടെ വാഹകരായി മാറണമെങ്കിൽ മദ്രസക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം, മദ്രസയുടെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കണം, മദ്രസ അധ്യാപകരുടെ സ്റ്റാൻഡേർഡ് വർദ്ധിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത്, ഒരു പ്രദേശത്തുള്ള എല്ലാ ജാതി മത സാമൂഹ്യ സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ലഹരികൾക്കെതിരായിട്ടുള്ള ഒരു സാമൂഹിക മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഡി അഡിക്ഷൻ സെന്ററുകൾ എന്ന് പറഞ്ഞാൽ മദ്യത്തിന്, ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകൾ ആ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററുകൾ എന്ന് പറയും, അതുണ്ടാക്കുക, അത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് മദ്യവർജന സമിതികൾ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള മദ്യവർജന സമിതികളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അവരുമായി കൈകോർത്തുകൊണ്ട് ശക്തമായി മുന്നേറ്റം നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സർക്കാരുകൾ, സഹോദരങ്ങളെ, ഏത് സർക്കാരാവട്ടെ, സർക്കാരുകളൊക്കെ വിചാരിക്കുന്നത് പണമുണ്ടാക്കാനുള്ള മാർഗം മദ്യം വിറ്റും ലഹരി വിറ്റും അതുപോലെ സെക്സ് ടൂറിസം, ഇതൊക്കെയാണ് ആളുകളുടെ കാഴ്ചപ്പാട്. എന്നാൽ വളരെ അപമാനകരമായ അവസ്ഥയാണ്. കേരളം എന്നൊക്കെ പറയുന്നത് പ്രബുദ്ധമായ നാടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ? കഴിഞ്ഞ 10 വർഷം മുമ്പ് 9 ബാറുകളാണ്, അല്ലെങ്കിൽ 29 ബാറുകളായിരുന്നുവെങ്കിൽ ഇന്ന് 1000-ലധികം ബാറുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുമാത്രമല്ല, വിദേശ മദ്യഷാപ്പുകള്, സാധാ കള്ള് ഷാപ്പുകള്, ഇതിന് പുറമേണ് ഈ പിടിക്കപ്പെടുന്ന MDMA, കഞ്ചാവ്, കൊക്കൈൻ, അങ്ങനെ പറഞ്ഞ് എന്തെല്ലാം വസ്തുക്കള്. അപ്പോ സർക്കാരുകൾ അവരുടെ നയങ്ങൾ തിരുത്തേണ്ടതുണ്ട്. മദ്യലോബികളുടെ, അബകാരി ലോബികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ മാഫിയ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുവാൻ ചങ്കുറപ്പോടുകൂടെ എല്ലാ മതസംഘടനകളും ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. ഇത് മതസംഘടനകൾ പോലും എല്ലാ തിന്മകൾക്കും പച്ചക്കൊടി കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല സഹോദരങ്ങളെ, ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാനായിട്ടുണ്ട്. ഞാൻ ചുരുക്കുകയാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്
മുമ്പ് ഒരു അറബി പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഫയാ അയ്യുഹൽ അബു വൽ അഖു വൽ മുദർരിസ് വൽ ഉമ്മു വൽ ഖരീബ്, ഹേ മാതാവേ, പിതാവേ, സഹോദര, അധ്യാപക, ബന്ധു, അഹ്സിനുർ റിആയത അലാ ഔലാദികും ദുകൂരികും വ ഇനാഥി ദുകൂരിഹിം വ ഇനാഥിഹിം. നിങ്ങൾ നിങ്ങളുടെ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവർക്കുള്ള ആ സംരക്ഷണം, അവർക്കുള്ള ശിക്ഷണം, അവർക്കുള്ള ആ സംസ്കാരം അത് നന്നാക്കി നിങ്ങൾ കൊടുക്കണം. വജന്നിബൂഹും സുലസഅസു, ചീത്ത ഫ്രണ്ട്ഷിപ്പ് അതിൽ നിന്ന് അവരെ അകറ്റണം. വംനഊഹും മിൻ അമാകിനിൽ ഫസാദ്, ഫസാദുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് മക്കളെ അകറ്റണം. വഹ്ദറു അലൈഹിം മിനസ് സഹരി മഅ റുഫഖാഇസു, രാത്രി ഉറക്കമിളച്ച് ഉറക്കം ഒഴിവാക്കി ചീത്ത കൂട്ടുകെട്ട് സ്ഥാപിക്കുന്ന മക്കളെ പ്രത്യേകം വിലക്കണം. ഇന്നിപ്പോ ചീത്ത കൂട്ടുകെട്ടുക എന്ന് പറഞ്ഞാല് മക്കള് അങ്ങാടിയിൽ പോയിട്ട് രാത്രിയിൽ കഴിച്ചു കൂട്ടുക്കണം എന്നില്ല. മക്കൾ നിങ്ങളുടെ കൂടെ വീട്ടിൽ റൂമിലായിരിക്കും, പുതപ്പിനുള്ളിലായിരിക്കും, പക്ഷേ അവന് മൊബൈലുമായിട്ടും കൂട്ടുകാരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ സ്മോക്കിങ്ങിൽ നിന്ന് പോലും അവരെ തടയേണ്ടതുണ്ട്. ഫഇന്നഹു ബിദായത്തുൽ മുഖദ്ദിറാത്തി വൽ മുസ്കിറാത്ത്, ഈ സ്മോക്കിംഗ് ഉണ്ടല്ലോ, അത് ഈ ലഹരി വസ്തുക്കളുടെയൊക്കെ ആരംഭമാണ്, മദ്യപാനത്തിന്റെ ആരംഭമാണ് എന്നുള്ളതാണ്. രക്ഷിതാക്കള് ഇനിയും ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മക്കളുടെ നന്മക്കായി വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? മക്കളുടെ ഭാവിക്കായിട്ട് മക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ, അവർ ഹിദായത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, കല്യാണം കഴിക്കുമ്പോൾ നല്ല പെണ്ണിനെ അഥവാ മതബോധമുള്ളവളെ തിരഞ്ഞെടുക്കണമെന്നാണ്. ഒരു കുട്ടി നല്ല കുട്ടിയായി വളരണമെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ത്, മതബോധമുള്ള ആളുകൾ തിരഞ്ഞെടുക്കുക എന്ന് മാത്രമല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ താല്പര്യമില്ലാതെ, ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മൃഗീയമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതുപോലും അതിലൂടെ ഉണ്ടാകുന്ന കുട്ടിയുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു താബിഈ പണ്ഡിതൻ പറയുകയുണ്ടായി, മൃഗങ്ങളെപ്പോലെ നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടരുത് എന്നാണ്. ലാ യകഅന്ന അഹദുകും അലംറഅതിഹി കമാ തഖഉൽ ബഹീമ, മൃഗങ്ങൾ ഏർപ്പെടുന്നത് പോലെ നിങ്ങൾ അങ്ങനെ ആ ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നാണ്. വലിയകുൻ ബൈനഹുമാ റസൂലുൻ, ആ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു ദൂതൻ ഉണ്ടാകണം. ഖീല വമർ റസൂൽ, എന്താണ് ഈ റസൂൽ കൊണ്ട് ഉദ്ദേശം? ഖാല അൽ ഖുബ്ലതു വൽ കലാം, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പിന്നെ ചുംബനങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാവണം. മൃഗീയമായി അത് ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഗർഭകാലത്ത് ഗർഭം ചുമക്കുന്ന കാലത്ത് ആ സ്ത്രീയെ, ഗർഭിണിയെ, അവളുടെ മനസ്സിന് വിഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നാണ്. അങ്ങനെ ചെയ്താൽ അത് കുട്ടിയുടെ ബുദ്ധിയെയും കുട്ടിയുടെ തിന്മയിൽ ആസക്തരാകാൻ അത് പ്രേരിപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നോക്കൂ, കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഈ ജന്മം കൊണ്ടു എന്നിട്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഒരുപാട് നന്മകൾ പറഞ്ഞു കൊടുക്കണം. മുമ്പ് കാലഘട്ടത്തിലൊക്കെ വീട്ടിൽ വല്യുപ്പുണ്ടായിരുന്നു, അവരൊക്കെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും, അതുപോലെ നല്ല നന്മകൾ പിന്നെ പറഞ്ഞു കൊടുക്കും, കിസ്സകൾ പറഞ്ഞു കൊടുക്കും, അവരെ തോളിലേറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ലേ? ഹസനെയും ഹുസൈനെയും അതുപോലെ തന്നെ പിന്നെ പ്രവാചകന്റെ പുത്രിയായിട്ടുള്ള സൈനബ് റളിയല്ലാഹു അൻഹയുടെ പിന്നെ കുട്ടിയൊക്കെ എത്രമാത്രം ഓമനിച്ചിരുന്നു, കുതിര കളിച്ചിരുന്നല്ലോ, കുതിരയായിട്ട് പ്രവാചകൻ. എന്നിട്ട് പുറത്ത് പ്രവാചകന്റെ പേരമക്കൾ. ഇങ്ങനെ കുട്ടികളെ സ്നേഹം നൽകി അങ്ങനെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കണമെന്ന് മാത്രമല്ല, ജോലി ശീലിപ്പിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ചുരുക്കാണ്. ജോലി ശീലിപ്പിക്കണം പ്രിയമുള്ളവരെ. ഒരു ജോലി എടുപ്പിക്കാതെ 10-20 വയസ്സ് വരെ ആൺകുട്ടിയെയും പെൺകുട്ടിയൊക്കെ വളർത്തിയാൽ അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ അല്ലിമു അബ്നാഅകുമുസ് സിബാഹത വറമ്യ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യുക, അമ്പെയ്ത്ത് പഠിപ്പിക്കുക, അതുപോലെ നീന്തൽ പഠിപ്പിക്കുക എന്ന് മഹാനായ ഇബ്നു ഉമർ പിന്നെ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിവേദനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ?
ഇന്ന് സൈക്ലിങ്ങോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാനോ കാർ ഓടിക്കാനോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറയിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ്. മറ്റേ റിപ്പോർട്ടിൽ കാണാം, അല്ലിമു ഔലാദകുമു സിബാഹത വൽ ഫറൂസിയ്യ, കുതിരയോട്ടം പഠിപ്പിക്കണമെന്ന, നീന്തൽ പഠിപ്പിക്കണമെന്ന. നീന്തൽ ഇന്നും പ്രസക്തമാണ്. ഇനി നിങ്ങൾ നോക്കൂ, എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ള ചിന്തയാണ് തലമുറകൾക്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹലാലല്ലാത്ത നയാ പൈസ ഉണ്ടാക്കുന്ന ഒരു രീതി എൻ്റെയോ എൻ്റെ മക്കളുടെയോ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കുട്ടികളോട് ഇടപഴകുമ്പോൾ അവർ തെറ്റ് ചെയ്താൽ അവരെ അടച്ചാക്ഷേപിച്ച് അവരെ പരമ്പരകളെ പോലും കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റിജക്ട് ദ ബിഹേവിയർ ആൻഡ് ദ ആക്സെപ്റ്റ് ദ ചൈൽഡ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ആ ബിഹേവിയറിനെ, കുട്ടിയുടെ സ്വഭാവത്തെയാണ് നമ്മൾ ആക്ഷേപിക്കേണ്ടത്, അല്ലാതെ കുട്ടിയെയല്ല. കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം എന്നുള്ളതാണ്. ആ ഒരു തത്വമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ പ്രായപൂർത്തിയായിട്ടില്ല, അപ്പം അതുകൊണ്ട് കുട്ടി പിന്നെ എന്ത് തെറ്റും ചെയ്തോട്ടെ, അങ്ങനെ ഒരു സമ്പൂർണ്ണ ലൈസൻസ് കൊടുക്കുന്നതും വളരെ ദോഷം ചെയ്യുമെന്ന നമ്മൾ മനസ്സിലാക്കേണ്ട. നമ്മുടെ കുട്ടികൾ അർഷിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തില് ഒരു വിഭാഗം എന്താ? അള്ളാഹുവിനെ ആരാധിച്ച് വളരുന്ന യുവാവ് മാത്രമല്ല യുവത. അതാണ് യുവാവും യുവതിയൊക്കെ അള്ളാഹിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന ആ ഒരു പരുവം, ആ ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്ന സഹോദരങ്ങളെ. മറ്റൊരു കാര്യം കൂടെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാം. ഇപ്പോൾ ആളുകൾക്ക് എങ്ങനെയായാലും പണം മതി എന്നുള്ള ചിന്ത വല്ലാതെ പിന്നെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകും ആളുകൾക്ക്, പ്രവാസികൾക്കൊക്കെ, ചില ആളുകൾക്ക്. അപ്പോൾ പിന്നെ നല്ല വാടക പ്രതിമാസം തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് നടത്താൻ, അതിനൊക്കെ വാടക പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. മദ്യത്തിനെ സഹായിക്കുന്ന ഒരു ഏർപ്പാടും പാടില്ല. അതുപോലെ ഷെയർ ബിസിനസിന്റെ കാലഘട്ടമാണ്. അപ്പോൾ എന്താണ് വിൽപ്പന നടത്തുന്നത് നമ്മൾ ചിന്തിക്കണം. മദ്യം വിൽക്കുന്നുണ്ടോ? അത് നമുക്ക് പാടുള്ളതല്ല. ഹോട്ടൽ മാനേജ്മെന്റ് നല്ല ജോലിയായിട്ട് പറയുന്നു, പക്ഷേ 7 സ്റ്റാർ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ, അങ്ങനെയുള്ള വലിയ വലിയ ഹോട്ടലുകളിൽ ആ ജോലിയെടുത്ത് നല്ല സാലറി കിട്ടും, പക്ഷേ മദ്യം വിളമ്പേണ്ടി വരും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം തിർമിദിയുടെ സുനനിൽ നമുക്ക് കാണാം. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി 10. ലഹരിയുമായി ബന്ധപ്പെടുന്ന 10 ആളുകളെ അള്ളാന്റെ ഹബീബ് ശപിച്ചിട്ടുണ്ട്. ആ ലഹരി വാറ്റുന്നവൻ, വാറ്റാൻ ആവശ്യപ്പെടുന്നവൻ, അത് കുടിക്കുന്നവൻ, അത് വഹിക്കുന്നവൻ, വൽ മഹ്മൂലത ഇലൈഹി, ഏതൊരുവന് വേണ്ടിയാണോ അത് വഹിക്കപ്പെടുന്നത്. വഹിക്കാറുള്ള തലയിലേറ്റി മാത്രമല്ല, വാഹനത്തിൽ കൊണ്ടുപോകുക, ഏതെങ്കിലും രൂപത്തിൽ അവൻ എത്തിക്കുക, അവനൊക്കെ ശപിച്ചുന്ന അത് കുടിപ്പിക്കുന്നവൻ. അതാണ് ഹോട്ടൽ മാനേജ്മെന്റിലൊക്കെ ഇത് ഞാൻ കുടിക്കുന്നില്ല, അത് കൊടുക്കുകയല്ലേ, ജോലിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. ഹറാമായ നയാ പൈസ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. അത് വിൽക്കുന്നവനെ ശപിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം, അതിന്റെ പണം, വില അത് ഭക്ഷിക്കുന്നവൻ, വൽ മുസ്തരീലഹ, അത് വാങ്ങുന്നവൻ, വൽ മുസ്തറാത്തുലഹു, ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത് അവനെയൊക്കെ ശപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലോഡ്ജ് വ്യവസായം നിങ്ങൾ കേട്ടില്ലേ? ആ ലോഡ്ജുകളിൽ പലതും ഇങ്ങനെയുള്ള ലഹരി കൂട്ടായ്മകളും മറ്റും നടക്കുന്നു. അതിലൊന്നും തന്നെ നമുക്ക് ലോഡ്ജ് ഉണ്ടെങ്കിൽ, അതിൽ ഷെയർ ഉണ്ടെങ്കിൽ അതൊന്നും അനുവദിച്ചു കൂടാ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചില ആളുകൾക്ക് രോഗങ്ങളുണ്ടാകും. അപ്പോൾ ചില മുറിവൈദ്യന്മാർ അവരെന്ത് പറയും? മദ്യം കൊണ്ട് ചികിത്സിച്ചാൽ മതി, ലഹരി കൊണ്ട് ചികിത്സിച്ചാൽ മതി, രോഗം മാറുന്ന. സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒരു മനുഷ്യൻ ലമ്മാ സഅല റജുലുൻ അൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാന്റെ പ്രവാചകനോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ഖാല യാ റസൂലല്ലാഹ് ഇന്നി അസ്നഉൽ ഖംറ ലിദ്ദവാ, ഞാനും മദ്യമുണ്ടാക്കുന്നുണ്ട്. എന്തിനാ ഉണ്ടാക്കുന്നത്? ലിദ്ദവാ, മരുന്നിന് വേണ്ടിയാണ്. അപ്പൊ റസൂൽ എന്താ പറഞ്ഞ? എന്നാ ആയിക്കോട്ടെ, മരുന്നല്ലേ എന്നാണോ? അല്ല. ഫനഹാഉ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹാ, റസൂലുള്ളാഹി അത് വിരോധിച്ചു, പാടില്ല, അരുത് എന്ന് പറഞ്ഞു. വഖാൽ, അരുതെന്ന് മാത്രമല്ല പറഞ്ഞത്, ഇന്നഹാ ലൈസത് ബിദവാഇൻ വലാകിന്നഹാ ദാഉൻ, തീർച്ചയായും അത് മരുന്നല്ല, പക്ഷേ തീർച്ചയായും അത് രോഗമാണ്. എല്ലാ ലഹരി വസ്തുക്കളും രോഗമാണ് എന്നുള്ളതാണ്. സുനൻ തിർമിദിയിലെ അബ്വാബു തിബ് എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ള 2046 വചനമാണത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും വിവരിക്കേണ്ടാത്ത വണ്ണം ഇതിൻ്റെ സകല അപകടങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ കയറിയിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആബാഇനാ വലി ഉമ്മഹാതിനാ വലി അസ്വാജിനാ വലി ദുർരിയാതിനാ വലി ഇഖ്വാനിനാ വലി അഖവാതിനാ യാ റബ്ബൽ ആലമീൻ വയാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ തുഹ്ഹിർ ഖുലൂബനാ മിനൽ കുഫ്രി വശ്ശിർകി വന്നിഫാഖി വൽറിയാഇ വൽ കിബ്ർ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റബ്ബനാ ഗ്ഫിർ ലനാ വഇസ്റാഫനാ ഫീ അംരിനാ وثبت أقدامنا وانصرنا على القوم الكافرين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم رب ارحمهما كما ربونا صغيرا. اللهم اعتق ركابنا وركاب والدينا من النار. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. വളരെ സുപ്രധാനമായ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിൽ ചെങ്ങറ എന്ന് പറയുന്ന പ്രദേശത്ത് സഹോദരങ്ങളെ, കറകളഞ്ഞ തൗഹീദി ആദർശം പറയുന്ന ഒരു പള്ളി, അതുപോലെ പിഞ്ചു കുട്ടികൾക്ക് ദീന് പഠിപ്പിക്കാനുള്ള മദ്രസ, ഇതൊക്കെ സ്ഥാപിച്ച വകയിൽ ഒരു സാമ്പത്തിക ബാധ്യതയുമായിട്ട് അവിടുത്തെ സുഹൃത്തുക്കൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ സുഹൃത്ത് സഹോദരൻ മുജീബ് റഹ്മാൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കണം. അദ്ദേഹം കൂടുതൽ വിശദാംശങ്ങൾ പറയും. അതുപോലെ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഹദീസ് പഠന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ സൗദി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കുന്ന ഹദീസ് പഠന പദ്ധതിയാണ്. ദൗറ ഇൽമിയ ലിൽ ഹദീസ് നബവി എന്നാണ് അതിന് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ പദ്ധതി എല്ലാ വെള്ളിയാഴ്ചയും കാലത്ത് 1 മണിക്കൂറായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വെള്ളിയാഴ്ച നമുക്കത് ആരംഭിക്കാം. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പങ്കെടുക്കണം എന്നുള്ള നീയത്തോടുകൂടെ അതിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 മണിക്കൂർ സമയം, അതോടൊപ്പം തന്നെ കുറച്ച് ഹദീസുകൾ ബൈഹാർട്ടാക്കണം. എന്താണ് ഹദീസ്, ഹദീസിൻ്റെ പല വശങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.